കീഴല്ലൂർ പഞ്ചായത്തിലെ വെള്ളിയാമ്പറമ്പിൽ 20-ലധികം ചാക്കുകളിലായി 50,000-ലേറെ കാലാവധി കഴിയാത്ത ഗർഭനിരോധന ഉറകളും ലൂബ്രിക്കന്റ് പാക്കറ്റുകളും ലൈംഗിക രോഗനിർണയ കിറ്റുകളും തള്ളിയതിൽ വഴിത്തിരിവ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ വിതരണത്തിനായി എത്തിച്ചവയാണ് മാലിന്യത്തിൽ തള്ളിയതെന്ന് കണ്ടെത്തി. കണ്ണൂർ ആസ്ഥാനമായുള്ള കമ്മ്യൂണിറ്റി തല സംഘടനയായ സ്നേഹതീരത്തിന് തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5,000 രൂപ പിഴ ചുമത്തി. 2 ആഴ്ച മുമ്പാണ് കാലാവധി കഴിയാത്ത ഉപയോഗയോഗ്യമായ ഗർഭനിരോധന ഉറകളും ടെസ്റ്റിംഗ് കിറ്റുകളും വൻതോതിൽ വെള്ളിയാമ്പറമ്പിൽ തള്ളിയതായി ചാനലുകളിൽ ഉൾപ്പെടെ വാർത്തകൾ വന്നത്. വിവിധ തലങ്ങളിൽ പരിശോധനകൾ നടന്നുവെങ്കിലും ആരാണ് ഈ കൃത്യം നടത്തിയത് എന്നതിനെക്കുറിച്ച് സൂചനകൾ ഒന്നും ലഭിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി മാലിന്യം തള്ളിയവരെ തിരിച്ചറിഞ്ഞത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സുരക്ഷ MSM മെൻ സെക്സ് മെൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 1300ഓളം വരുന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് HIV പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിതരണം ചെയ്യേണ്ടിയിരുന്ന 10,000-കണക്കിന് ഉറകളും ലൂബ്രിക്കന്റ് സാഷേകളും പരിശോധന കിറ്റുകളുമാണ് പലതവണയായി വെള്ളിയാമ്പറമ്പിൽ തള്ളിയത്. മാലിന്യം വീണ്ടെടുത്ത് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ ഏജൻസിയായി ഇമേജിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കാനും അതിന് ചിലവാകുന്ന തുക ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനും ജില്ലാ സ്ക്വാഡ് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ M. ലജി, ഷെരീഖുൽ അൻസാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിജിൽ AN എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.